എറണാകുളം തൃക്കാക്കര നഗരസഭയിൽ LDF പ്രതിഷേധം. സ്ത്രീപീഡന കേസിൽ പ്രതിയായ വൈസ് ചെയർമാൻ അബ്ദു ഷാന രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ പറയൂ. ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെ 10:45 കൂടിയാണ് തൃക്കാക്കര കൗൺസിൽ യോഗത്തിനെത്തിയ LDF കൗൺസിലർമാർ പ്രതിപക്ഷ നേതാവ് ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റായ അബ്ദു ഷാനിക്കെതിരെ, സ്ത്രീപീഡന പരാതിയുള്ള അബ്ദു ഷാനിക്കെതിരെ രാജിവെക്കണം എന്ന ആവശ്യവുമായി പ്രതിഷേധം നടത്തിയത്. LDF കൗൺസിലർമാർ തൃക്കാക്കര കൗൺസിൽ യോഗത്തിന് എത്തിയത് തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ്. അവർ താഴെ നിന്നും കൗൺസിൽ യോഗം നടക്കുന്ന ഹാളിലേക്ക് ജാതിയായി മുദ്രാവാക്യം വിളിച്ചു ചെന്ന് അബ്ദു ഷാനിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു. എന്നാൽ തുടർന്നുള്ള യോഗ നടപടികൾക്ക് തടസ്സം വരുത്താതെയുള്ള പ്രതിഷേധമായിരുന്നു ഇന്ന് തൃക്കാക്കരയിൽ കണ്ടത്. നിലവിൽ അബ്ദു ഷാനിക്കെതിരെ സ്ത്രീപീഡന പരാതിയും അതോടൊപ്പം തന്നെ പീഡനം പരാതി നൽകിയ സ്ത്രീക്കെതിരെ ഒരു വധശ്രമത്തിന് അടക്കമുള്ള കേസുകൾ നിലവിൽ നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് അബ്ദു ഷാനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും അബ്ദു ഷാന ഇന്ന് കൗൺസിൽ യോഗത്തിന് വന്നിട്ടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ കാണേണ്ടതാണ്, കൗൺസിൽ യോഗത്തിന് യാതൊരു തടസ്സവും ഈ LDF കൗൺസിലർമാരുടെ പ്രതിഷേധം മൂലം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോപികൃഷ്ണൻ. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മൾ കണ്ടത് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. എറണാകുളം തൃക്കാക്കര നഗരസഭയിലാണ് LDFന്റെ പ്രതിഷേധം നടക്കുന്നത്. സ്ത്രീപീഡന കേസിൽ പ്രതിയായിരിക്കുന്ന വൈസ് ചെയർമാൻ അബ്ദു ഷാന രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു ഈ പ്രതിഷേധം. അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന്.